ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് പുതിയ മെൻഡറെ തിരഞ്ഞെടുക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെൻഡറും ഹെഡ് കോച്ചുമായിരുന്ന ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ IPL ടീമിന്റെ ഭാഗമാകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൊൽക്കത്തയ്ക്ക് ഗൗതം ഗംഭീർ ചെയ്ത റോളിനെ മികച്ച രീതിയിൽ അതേപോലെ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു മെൻഡറെ ആവശ്യമുണ്ട്. കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടമണിയിച്ച ഗൗതം ഗംഭീറിന്റെ പങ്ക് വലുതാണ്. താരത്തിന്റെ ഒഴിവ് പരിഹരിക്കുക എന്നത് എളുപ്പമല്ല. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെൻഡറായിട്ട് രാഹുൽ ദ്രാവിഡിന്റെ പേരും വന്നിരുന്നു. രാഹുൽ ദ്രാവിഡിനെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് നടത്തിയ ചർച്ചകളിലും ഇന്റർവ്യൂകളിലും രണ്ട് മികച്ച താരങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഒന്നാമത്തത് സൗത്ത് ആഫ്രിക്കൻ ഇതിഹാസ താരം ജാക്കിസ് കാലിസ് ആണ്. കൊൽക്കത്തയുടെ തന്നെ താരവും അതുപോലെ തന്നെ 2015 ഹെഡ് കോച്ചായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള താരമാണ് ജാക്കിസ് കാലിസ്. കൊൽക്കത്തയുമായി വലിയ ബന്ധമുള്ള താരമാണ് ജാക്കിസ് കാലിസ്. അതുകൊണ്ട് തന്നെ താരത്തെയും പരിഗണനയിലുണ്ട്. കൂടാതെ ഉരുത്തിരിഞ്ഞു വന്ന മറ്റൊരു പേരാണ് റിക്കി പോണ്ടിങ്. ഡൽഹി ക്യാപിറ്റൽസിന്റെ കോച്ചായിരുന്ന റിക്കി പോണ്ടിങ് താരം കോച്ചിങ് സ്ഥാനം ഉപേക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ KKR റിക്കി പോണ്ടിങ്ങുമായി സംസാരിച്ചിരുന്നു. കോച്ചായും ക്യാപ്റ്റനായും സേവനമനുഷ്ഠിച്ചുള്ള റിക്കി പോണ്ടിങ്ങിന്റെ സേവനവും KKR അന്വേഷിച്ചിട്ടുണ്ട്. ഈ രണ്ട് താരങ്ങളാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെൻഡർ പട്ടികയിൽ മുന്നിലുള്ളത്, ജാക്കിസ് കാലിസും റിക്കി പോണ്ടിങ്ങും. വരും ദിവസങ്ങളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെൻഡർ ആയിരുന്നുള്ള വാർത്ത പുറത്തുവരും. എന്തായാലും 2025 സീസണിൽ 2024 വിന്നർമാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പുതിയ മെൻഡറുമായിട്ടായിരിക്കും കളത്തിലിറങ്ങുക. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.